السلام عليكم. بسم الله الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. വേദിയിലുള്ള ഈ സംഗമത്തിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷത നിർവഹിക്കുന്ന KP യൂസുഫ് മാസ്റ്റർ, സക്കരിയ സാഹിബ്, ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച ബഹുമാന്യ സുഹൃത്ത് മുനീർ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കൾ, കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹറുൽ ഖുർആൻ, ഖുർആനിന്റെ മാസത്തിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞും കേട്ടും ഒരുപാട് മതിവരാത്ത ആളുകളാണ് വിശ്വാസികൾ. നമ്മുടെ നാട്ടിലെമ്പാടും സമാനമായ സ്വഭാവത്തിലുള്ള പ്രഭാഷണങ്ങളും പരിപാടികളുമൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പഠനവും ചർച്ചകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കാനുള്ളതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, വേദഗ്രന്ഥം ബൈബിളാണ് എന്ന് ചില കണക്കുകൾ പ്രകാരം പറയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആ കണക്ക് ശരിയാണെങ്കിലും അല്ലെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ പിൻപറ്റപ്പെടുന്ന ഗ്രന്ഥം അല്ലാഹുവിന്റെ ഖുർആനാണ്. കാരണം ഇന്നും മനുഷ്യ മനസ്സുകളിൽ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സുപ്രധാനമായ ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തുന്ന സന്ദർഭത്തിൽ, നേരത്തെയുള്ള പ്രഭാഷണത്തിൽ ബഹുമാന്യ സുഹൃത്ത് മുനീർ സാഹിബ് വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന, വിസ്മയിപ്പിക്കുന്ന അതിന്റെ തലങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ഖുർആനിന്റെ ആളുകളാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ മുബശ്ശിറാത്തുകളാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന അതിന്റെ പ്രതാപമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകപ്പെട്ടത് മുബശ്ശിറൻ വനദീറ, സന്തോഷമുള്ള വർത്തമാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനും അപകടകരമായ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ വിജിലന്റ് ആകുവാൻ മുന്നറിയിപ്പുകൾ നൽകുന്നതിനും വേണ്ടിയാണ്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള മുബശ്ശിറാത്തുകൾ ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളിലും അനുഭവിക്കുമ്പോൾ മാത്രമാണ്
ഈ സമ്മേളനം പോലും യഥാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനെ കുറിച്ച് മദ്ഹ് പറയാനാണെങ്കിൽ അറ്റമില്ലാത്ത ധാരാളം മദ്ഹുകൾ വിശുദ്ധ ഖുർആനിന്റെ വ്യക്തി, സാമൂഹിക, രാഷ്ട്രീയ, കുടുംബതലങ്ങളിൽ നിന്നുള്ള അതിന്റെ ഉപദേശ നിർദ്ദേശങ്ങളും കഴിഞ്ഞ നൂറ്റാണ്ടുകളോളം മനുഷ്യജീവിതത്തെ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച, വിശുദ്ധ ഖുർആനിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ടുണ്ടായ മാറ്റങ്ങളെയും കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ഞാനും ഖുർആനും തമ്മിലുള്ള ബന്ധത്തിൽ എന്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന, എന്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന, എന്റെ പ്രതിസന്ധികളിൽ എനിക്ക് പരിഹാരം നൽകുന്ന ഒരു സുഹൃത്തായി, ഒരു ഉപദേശകനായി, ഒരു വഴികാട്ടിയായി അല്ലാഹുവിന്റെ ഖുർആനിനുള്ള സ്ഥാനം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻതജ്അലുൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഈ വിശുദ്ധ ഖുർആനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കണം നാഥാ. നാഥാ, ഈ വിശുദ്ധ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി തീർക്കണം നാഥാ. അല്ലാഹുവേ, ഈ ഖുർആനിനെ കൊണ്ട് എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെയും വേദനകളുടെയും വിഷമങ്ങളെയും നീ പോക്കിക്കളയണം നാഥാ. എന്റെ ദുഃഖത്തെ നീ ഇല്ലാതാക്കി തീർക്കണം നാഥാ. വിശുദ്ധ ഖുർആനിന്റെ അതിനെ പിൻപറ്റുന്ന മനുഷ്യൻ ഈ ഖുർആനിനെ കൊണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് ഖുർആൻ നൽകുന്ന വെളിച്ചത്തിന്റെയും അവരുടെ ഹൃദയത്തിന് ഖുർആൻ നൽകുന്ന ഐശ്വര്യത്തിന്റെയും ഉള്ളടക്കമാണത്. ചോദിക്കട്ടെ സഹോദര, ഈ ഒരു അനുഭവമാണോ അല്ലാഹുവിന്റെ ഖുർആനുമായി നമുക്കുള്ളത്? മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളിലേക്കുമുള്ള പ്രകാശമായിട്ടാണ് ഈ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് നൽകിയത് എന്ന് അല്ലാഹു വളരെ ശക്തമായ സ്വഭാവത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ വേദഗ്രന്ഥമുണ്ടല്ലോ, ഇത് മനുഷ്യൻ അകപ്പെട്ടു പോയിരിക്കുന്ന സകലമാന അന്ധകാരങ്ങളിൽ നിന്നും സകലമാന ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിച്ചുകൊണ്ട് ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അല്ലാഹുവിന്റെ പ്രകാശത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പടച്ചതമ്പുരാന്റെ പ്രകാശത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എവിടെയെല്ലാം കട്ടപിടിച്ച ഘനാന്ധകാരമുണ്ടോ, എവിടെയെല്ലാം അതിക്രമങ്ങളുണ്ടോ, അവിടെ നിന്നെല്ലാം നമ്മളെ ആ വെളിച്ചം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇന്നും നാം നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളെ കുറിച്ച് ഒന്നാലോചിച്ചു നോക്കുക. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് അറിയാം, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് അറിയാം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരണകൂട വേട്ടക്കിരയായിക്കൊണ്ട് ഓരോ ദിവസവും മുസ്ലിമിന്റെ കൂട്ടത്തിലുള്ള ഷഹീദുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? നാളെ നമ്മുടെ തലക്ക് മുകളിലേക്കും തൂങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഭയാനകമായ ഒരാശങ്കയുടെ സാഹചര്യത്തെക്കുറിച്ചാണ് ഈ റമദാനിന്റെ രാപ്പകലുകളിലെ പ്രാർത്ഥനകളിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വാഴയിൽ നമുക്ക് വിശ്വാസമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ വാഴയിൽ നമുക്ക് വിശ്വാസമുണ്ടോ?
വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതലാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾ വിശ്വസിച്ചവരാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കാലഘട്ടത്തിന് അനുയോജ്യമായ സൽക്കർമ്മങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലാഹുവാണ് സത്യം, അവൻ നിങ്ങൾക്ക് ആധിപത്യം നൽകും. ആ ആധിപത്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, ഇവിടെയെല്ലാം ഇസ്തിഖ്ലാഫ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രയോഗം ഏറ്റവും ഫിറ്റായ ഒന്നാണ്. പോരാ, നിങ്ങൾ വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതലാ ലഹും വലയുബദ്ദിലന്ന മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾക്കേറെ പ്രിയമുള്ള അല്ലാഹുവിന്റെ ദീനുണ്ടല്ലോ, ആ ദീനിൽ ഇസ്ലാമിനെ ഭദ്രമായ അടിത്തറയിൽ അല്ലാഹു നിങ്ങൾക്ക് ഉറപ്പിച്ചു നൽകും. നിങ്ങൾ ഭയപ്പെടുന്ന ഖൗഫിന്റെ ആശങ്കയുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു നിർഭയത്വത്തിൻ്റെതായ ഒരു സാഹചര്യം അല്ലാഹു ഒരുക്കി തരും. ആ ആയത്തുകൾ അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഒരു ശക്തമായ ക്ലോസ് കൂടി വെച്ചുകൊണ്ടാണ്. പക്ഷേ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. നിങ്ങൾ അതിശക്തമായ തൗഹീദിന്റെ വക്താക്കളാകണം. നിങ്ങൾ യഖീനുള്ളവരാകണം. നിങ്ങൾ ഈമാനിന്റെ ഉറപ്പുള്ളവരാകണം. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വാർത്തയാണെങ്കിൽ, ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന മുബശ്ശിറാത്താണെങ്കിൽ, ഇതിൽ നിന്ന് രൂപപ്പെടുന്ന വ്യക്തികൾ മനുഷ്യരുടെ സാധാരണ വ്യക്തിത്വങ്ങളിൽ നിന്നും അപ്പുറമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. അല്ലേ? മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടന്നിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യൻ ലോകത്തിന്റെ മുമ്പിൽ നേതാക്കളും ജേതാക്കളുമായി അവരെ ഉയർത്തിയത് വിശുദ്ധ ഖുർആനിന്റെ ഈ ശക്തമായ ആഹ്വാനങ്ങളായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഈ ശക്തമായ പ്രചോദനങ്ങളായിരുന്നു. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരൊറ്റ സൂക്തം, ആ സൂക്തമാണ് ലോകത്ത് ഉമ്മത്ത് മുസ്ലിമെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സയൻസിന്റെയും ടെക്നോളജിയുടെയും നാഗരികതയുടെയും കാര്യത്തിൽ അവരെ വളർത്തിയ അതിശക്തമായ ആത്മവിശ്വാസത്തിന്റെ പ്രചോദനം നൽകിയത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ആധുനിക പണ്ഡിതന്മാർ നൽകുകയാണ്. മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാഹ് ഉമ്മത്ത് മുസ്ലിമയുടെ ഉത്ഥാന പതനങ്ങളെ വിശദീകരിക്കുമ്പോൾ ഈ ഉമ്മത്ത് അതിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ സഞ്ചരിച്ച അതിന്റെ വിജയപതാകയുമായിട്ടുള്ള സഞ്ചാരഗതികളിലെല്ലാം ഈ ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് നമുക്കത് ചോർന്നുപോയത്? എവിടെയാണ് നമുക്കത് ചോർന്നുപോയത്? കിസ്റ കൈസർമാരുടെ മുമ്പിൽ എണീറ്റ് നിൽക്കാൻ, റുസ്തമിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് തൗഹീദ് പറയാൻ റിബിയു ബിൻ അമർ എന്ന് പറയുന്ന സാധാരണക്കാരായ മനുഷ്യന് ആർജവം പകർന്നത് ഈ വിശുദ്ധ ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും ആ ആയത്തുകൾ മനസ്സിൽ അതിനെ മുഴുവനും ഹൃദ്യസ്ഥമാക്കിയിട്ട് കഅബയുടെ പരിസരത്തിലേക്ക് ദാറുൻ നദവയുടെ സമീപത്തേക്ക് ഓടുകയായിരുന്നു സ്വഹാബത്ത്. അവരുടെ മുമ്പിലുണ്ടായിരുന്നത് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും കുറിയവനും എന്നാൽ മനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
അർ-റഹ്മാൻ സൂറത്തിന്റെ ആദ്യ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടപ്പോൾ ആ ആയത്തിന്റെ ശകലങ്ങളുമായിട്ട് ഓടുകയാണ് കഅബയുടെ പരിസരത്തേക്ക്. വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു മുഴുവനാക്കാൻ പോലും കഴിയുന്നതിനു മുമ്പ് ശത്രുക്കൾ അദ്ദേഹത്തിന്റെ മുകളിൽ ചാടി വീണ് അദ്ദേഹം ബോധരഹിതനാവുകയാണ്. സ്വഹാബത്ത് പോയിട്ട് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹ്, എന്തിനാ ഇബ്നു മസ്ഊദേ നിങ്ങൾ പോയത്? എന്തിനാ ഇബ്നു മസ്ഊദേ നിങ്ങൾ പോയത്? അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് തന്നെ പോണം. ഏതായത്തോതി കേൾപ്പിക്കുമ്പോഴാണ് അവരെന്നെ അടിച്ചു ബോധം പോയത്. ബാക്കിയുള്ള ആയത്തുകൾ കൂടി എനിക്ക് ഓതണം റസൂലുള്ളാഹ് എന്നായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് കീഴാളന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖുറൈശികളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന അധകൃതരും മതസ്ഥിതരുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമൂഹം വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായി മാറിയപ്പോൾ അവർക്കുണ്ടായ മാറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ വിശുദ്ധ ഖുർആൻ അതിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത സമൂഹങ്ങൾ അവരൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത സമൂഹങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. ഇതേതെങ്കിലും ഒരു കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഫലസ്തീനിലെ ഗസയിൽ അവർ അഹ്ലുൽ ഖുർആനിന്റെ ആളുകളാണ്. ഈ കാലഘട്ടത്തിൽ അഹ്ലുൽ ഖുർആനിന്റെ ആളുകൾ എന്ന് ലവലേശം സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഫലസ്തീനിലെ ജനതയാണ്. വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഹാഫിളീങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിച്ച് വിശുദ്ധ ഖുർആൻ അവരുടെ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കിടയിലും ഖുർആൻ പഠിച്ച യോദ്ധാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ ഫിർഔന്മാരോട് സമരം ചെയ്യാൻ ഈമാനിന്റെ കരുത്തുമായി ഖുർആനിന്റെ അകമ്പടികളോടുകൂടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്തിലേക്ക് കുതിക്കുന്ന വീരന്മാർ, അത് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റമാണ്. എന്തേ മുസ്ലിമേ, നമ്മുടെ വീടുകൾക്കകത്ത് ആ ഖുർആൻ മാറ്റങ്ങൾ സൃഷ്ടിക്കാതെ പോയത്? എന്റെയും നമ്മളുടെയും വീടുകൾക്കകത്ത് ഈ വിശുദ്ധ ഖുർആൻ മാറ്റങ്ങൾ സൃഷ്ടിക്കാതെ പോയത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ഖുർആനിൽ നിന്നൊഴിഞ്ഞ ഹൃദയങ്ങൾ കൽബൈത്തുൽ ഹരിബി, പൊട്ടിപ്പൊളിഞ്ഞ പാഴ്വസ്തുക്കൾ മാത്രം ചേക്കേറുന്ന വീടുകൾക്ക് തുല്യമായി പോയി എന്നുള്ളതാണ്. അല്ലേ? ഖുർആൻ ഒഴിഞ്ഞുപോയ ഒരു സമൂഹത്തിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള സകലമാന രോഗങ്ങളും തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തലങ്ങൾ തന്നെയും ഇന്നത്തെ മുസ്ലിം സമൂഹത്തിനകത്ത് വിശുദ്ധ ഖുർആനിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് വളരെ വിശദമായ സ്വഭാവത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഖുർആൻ പഠിച്ച ഒരു സമൂഹം, ഖുർആനിനെ പിൻപറ്റുന്ന ഒരു സമൂഹത്തിനകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. ചില ആളുകൾ പറയുന്നു, മൗലവി മദ്രസയിലും പഠിച്ച് ദീനും അത്യാവശ്യം പഠിച്ച് എന്നിട്ടും ഓട് പറയാണ് എനിക്ക് കല്യാണം വേണ്ട എന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ മുസ്ലിമിന്റെ വീടുകൾക്കകത്തുണ്ടായിത്തീരാനുള്ള കാരണം ഈ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള വങ്കത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇതിന്റെ രോഗം ഖുർആൻ നിർണയിച്ചു. ഇതിന്റെ രോഗം വിശുദ്ധ ഖുർആൻ കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിർണയിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്.
വിശുദ്ധ ഖുർആനിന്റെ തരളിതമായ അതിന്റെ മുബശ്ശിറാത്തുകൾ, സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, ജീവിതത്തെക്കുറിച്ചുള്ള പ്രചോദനങ്ങൾ, അതെല്ലാം ഏറ്റവും ശക്തമായ സ്വഭാവത്തിൽ സ്വാധീനിക്കുക സ്ത്രീകളെയും കുട്ടികളെയുമാണ്. ഇന്നു മാത്രമല്ല, അന്നും അങ്ങനെയാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ മാധുര്യവും കണ്ണുകളിൽ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയും കണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പെൺകുട്ടികളും അത് വിശുദ്ധ ഖുർആനിലേക്ക് ആകർഷകരായിക്കൊണ്ട് കടന്നു വന്നപ്പോൾ മുശ്രിക്കുകൾ വലിയൊരു അപകടം മണത്തറിഞ്ഞു. അവർ കഅബയുടെ പരിസരത്ത് ആ ഖുർആനിന്റെ മനസ്സിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സജ്ജീകരണങ്ങൾ ഒരുക്കി. ഈ കാലഘട്ടത്തിൽ സുക്കർബർഗും റോബർട്ട് മാർഡോക്കും ഇലോൺ മസ്കുമൊക്കെ എന്തൊക്കെയാണോ നമ്മുടെ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ആ കാലഘട്ടത്തിലെ ഒരു വേർഷൻ നദർ ഇബ്നുൽ ഹാരിസയെ കൊണ്ട് നടപ്പിലാക്കി. പേർഷ്യയിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള നർത്തകികളെ കൊണ്ടുവന്ന് ഗാനങ്ങളും കവിതകളുമായി കൊണ്ടുവന്ന് അവർ കഅബയുടെ പരിസരത്ത് ആട്ടവും പാട്ടവും ഒക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങി. വമിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദ്ഹാ ഹുസ്വ ഉലൈക ലഹും അദാബുൻ മുഹീൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ അവരതാ വഞ്ചനാത്മകമായ വർത്തമാനങ്ങളുമായി അത് വിലക്ക് വാങ്ങിക്കൊണ്ടുവരും. എന്തിന്? ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ വേണ്ടിയിട്ട്. പോരാ, ഈ മാർഗത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് കഠിനവും കഠോരമായ ശിക്ഷയാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്ന് അല്ലാഹു താക്കീത് ചെയ്തു. എന്നിട്ടല്ല പറഞ്ഞു, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദനിഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അറിയണം കൂട്ടരെ, വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾക്ക് മുമ്പിൽ ഈ വഞ്ചനാത്മകമായ വർത്തമാനങ്ങൾ, ഇതിൽ അഡിക്റ്റായി പോയ, ഇതിന് കണ്ണും കാതും മനസ്സും കൊടുത്തുപോയവരുണ്ടല്ലോ, അവർക്ക് സംഭവിക്കുക, അവർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർ അഹങ്കാരത്തോടു കൂടി പിന്തിരിയുന്നു എന്നുള്ളതാണ്. പോരാ, അവരുടെ ചെവികൾ കടപ്പെട്ടതുപോലെ അവർ പിന്തിരിയുന്നു. അതുകൊണ്ട് ശിക്ഷയുടെ സന്തോഷ വാർത്ത അവർ അറിയിച്ചുകൊള്ളുക എന്നാണ് ഖുർആൻ അല്ലാഹു പരിഹാസരൂപേണ പറഞ്ഞത്. അല്ലേ? ഈ സദസ്സുകളിൽ പോലും നിങ്ങൾ നോക്കുക, 35-30 വയസ്സിനും താഴെയുള്ള എത്ര ആളുകൾ ഈ ഖുർആൻ സംഗമങ്ങളിൽ പോലും ഉണ്ട് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം എന്താണ്? നമ്മുടെ വീടുകൾക്കകത്ത്, നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഖുർആനിനെയാണ് നാം ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതെങ്കിൽ അതിന്റെ പ്രകാശമുണ്ടല്ലോ, അതിന്റെ പ്രകാശത്തിന്റെ ആ പ്രസരണത്തിലാണ് നമ്മളുടെ തലമുറകൾ വളർന്നു വരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മാറ്റത്തിന് അനിവാര്യമായും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ കൊണ്ടൊരു കുടുംബത്തെ ഡിസൈൻ ചെയ്യുവാൻ നേരത്തെ ഇവിടെ മുനീർ സാഹിബ് അവസാനത്തിൽ ഓതിവെച്ച ഒരു സൂക്തമുണ്ടല്ലോ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. എന്തേ നിങ്ങൾക്ക് സമയമായില്ലേ കൂട്ടരെ? ഇതാ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പെൺകുട്ടികൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു. ഇതാ നിങ്ങളുടെ വീടുകൾക്കകത്ത് മയക്കുമരുന്നുകളുടെ അടിമകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഉമ്മയെ കഴുത്തറുത്തു കൊന്നുകൊണ്ടിരിക്കുന്നു. അവർ സ്വന്തം കൂടപ്പുറപ്പുകളെ പോലും ലവലേശം മറപ്പില്ലാതെ, രക്തം കണ്ടിട്ട് പോലും കൈകൾ പതറാതെ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തേ? ഇനിയും നിങ്ങൾക്ക് മാറാനായില്ലേ? നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മുൻഗാമികളുടെ സമൂഹത്തിന് സംഭവിച്ചത് തന്നെയാണ് സംഭവിക്കുക.
കാരണം അവർ അല്ലാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് അകന്നപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് കസ്വത്ത് സംഭവിച്ചു പോയി എന്നുള്ളതാണ്. ഹൃദയങ്ങൾക്ക് കസ്വത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ സമുദായത്തിന്റെ ഉമ്മമാരോട് ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെയായിരുന്നു ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ തലമുറ സ്വീകരിച്ചത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് നമ്മുടെ ഉമ്മയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലും ഖുർആനും വകാന ഖുൽഖുഹു ഖുർആൻ, വിശുദ്ധ ഖുർആനായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം. ഈ വിശുദ്ധ ഖുർആനിന്റെ സഞ്ചരിക്കുന്ന പതിപ്പായിരുന്നു. വകാന ഖുർആനല്ലദീന യംശൂന അലൽ അർള്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു. മഹദി അസ്മാ റളിയല്ലാഹു അൻഹയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവര് പറയുന്നു, സ്വഹാബയെ കിറാമിനെ ഞാൻ കണ്ടു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റ് വീഴുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. എന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഉപ്പ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ കരഞ്ഞുകൊണ്ടല്ലാതെ ഖുർആൻ അവസാനിപ്പിക്കാറുണ്ടായിരുന്നില്ല. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ചും കേൾക്കുമ്പോൾ അങ്ങനെയായിരുന്നു അവർ. സ്വർഗത്തിന്റെ സുന്ദരമായ വർണ്ണനകൾ കേൾക്കുമ്പോൾ സ്വഹാബത്തിന്റെ മനസ്സുകളിൽ അവരുടെ മുഖങ്ങളിൽ കണ്ട ഭാവമാറ്റങ്ങൾ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, അലാ മുശമ്മിറുൽ ജന്ന, അല്ല നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേ? നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുക്കമാണോ? അവർ മറുപടി പറഞ്ഞു, നഹ്നുൽ മുശമ്മിറൂന ലഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ സന്നദ്ധമാണ്, ഞങ്ങൾ ഒരുക്കമാണ്. ഖൂലു ഇൻഷാ അല്ലാഹ്, നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളുക. അല്ലാഹുവിന്റെ തീരുമാനമാണ് സ്വർഗം. ജന്നാത്തും നഈമായ ജന്നാത്തും മുഖീമായ സ്വർഗം. മാലാ ഐനും റഅത് വലാ ഉദുനും സമീഅത് വലാ ഖൽബും ബശർ, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ഒരിക്കലും വർണ്ണിക്കാൻ പോലും സാധ്യമാകാത്ത ജന്നാത്തും നഈമായ ജന്നാത്തും മുഖീമായ അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്. അതായിരുന്നു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പാഠമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിശുദ്ധ ഖുർആനിനെ വെച്ചുകൊണ്ടൊരു മാറ്റത്തിന് സന്നദ്ധമാകാൻ കഴിയേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള മാറ്റത്തിന് വേണ്ടി കാലഘട്ടത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടതും നമ്മുടെ കുട്ടികളും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ്. കാരണം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിലും അതിന്റെ ആശയങ്ങളും അതിന്റെ സന്ദേശങ്ങളുമായിട്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതിന് പകരം നമ്മളൊരു ചടങ്ങ്, ഖുർആൻ പഠനത്തിന്റെയും ഒരു തരത്തിലുള്ള ഒരു ചടങ്ങിലേക്കും നമ്മൾ പോയപ്പോൾ നമ്മുടെ മക്കൾ ഖുർആൻ പഠിച്ചില്ല. പകരം അവർ പഠിച്ചത് ഈ കാലഘട്ടത്തിൽ ലിബറലിസത്തിന്റെ വേദാളന്മാർ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചാണ്, ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ ആണിനും പെണ്ണിനും നൽകിയിട്ടുള്ള സവിശേഷമായിട്ടുള്ള വ്യത്യസ്തമായ പടപ്പുകൾ, ആ ഫിത്റത്ത് എന്താണെന്ന് ഖുർആൻ
ഓരോരുത്തരുടെയും ജീവിത ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആണിന് പെണ്ണിനും അവകാശങ്ങളുണ്ട്, ആണിനും പെണ്ണിനും കടമകളുണ്ട്. പക്ഷേ ആണിനും പെണ്ണിനുമുള്ള അവകാശങ്ങള് ഒരുപോലെ തന്നെയുള്ള അവകാശങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഒരുപോലെയുള്ള ദൗത്യങ്ങളല്ല സമൂഹത്തിൽ നിർവഹിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ ദൗത്യങ്ങളെ നിർണയിക്കുമ്പോൾ പൊതുവായി നിർവഹിക്കേണ്ട എല്ലാ നന്മകളുടെയും കാര്യത്തിൽ ആണും പെണ്ണും തുല്യമാണ് എന്നുള്ളതാണ് ശക്തമായ സ്വഭാവത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന الصلاة വയുതൂന الزكاة വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. ജെൻഡറുകൾക്കിടയിൽ സമത്വത്തെക്കുറിച്ച് ഖുർആനും പറയുന്നുണ്ട്. കൂട്ടരെ, സമത്വമുണ്ടതിൽ. നിങ്ങൾ ആണായാലും പെണ്ണായാലും സമൂഹത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആ കാര്യത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കൂട്ടാളികളാണ്. അവിടെ വിവേചനങ്ങളില്ല. നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കണം. പുരുഷന്മാർ പുരുഷന്മാരുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദൗത്യങ്ങൾ നിർവഹിക്കണം. അല്ലേ? അതിന് മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ തലമുറ നമുക്ക് നൽകിയത്. യുദ്ധരംഗങ്ങളിൽ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ വിജ്ഞാനം നേടുന്നതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അൻസാരി പെണ്ണുങ്ങളുടെ പ്രതിനിധിയായ ഒരു സഹോദരി വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അനവാഫിദത്തും മിനൻ നിസാ, ഞാൻ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതിനിധിയാണ്. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് ദീന് പഠിക്കണം. ഞങ്ങൾക്ക് പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായ അവസരങ്ങൾ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ വെച്ചുകൊണ്ട് ആ അൻസാരിയായ പെണ്ണിനെ കുറിച്ച് ആ സദസ്സിനോട് പറഞ്ഞ വർത്തമാനം നിങ്ങൾക്ക് കേൾക്കണോ? സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ ഈ സഹോദരിയുടെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ആവേശത്തെ? യാതൊരു വിധത്തിലുമുള്ള മടിയുമില്ലാതെ ദീൻ പഠിക്കാനുള്ള താല്പര്യത്തിന്റെ കാര്യത്തിൽ എണീറ്റ് വന്ന ഈ സഹോദരി നമുക്ക് മാതൃകയാണ്. എന്നിട്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ക്ലാസുകൾ അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുകയാണ്. കാരണം അവരും സമൂഹത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടവരാണ്. കാരണം സമൂഹത്തിൽ മറ്റെന്തും നിലച്ചുപോയാലും നിലക്കാൻ പാടില്ലാത്ത സാമൂഹിക പ്രക്രിയയുടെ അതിന്റെ പ്രവർത്തനത്തിന്റെ മൗലികമായ ഒരു പ്രവർത്തനമാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. അംറും ബിൽ മഅറൂഫ് വനഹ്യൻ അനിൽ മുൻകർ എന്ന് പറയുന്നത്. അത് നിലച്ചുപോയാൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീ നഫ്സി ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ ഔ ലയുശ്രികന്ന അല്ലാഹ യുബഅസ അലൈക്കും മിൻ ഇൻദിഹി ഇഖാബൻ ثم تدعونه لا يستجاب لكم. നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ആ ദൗത്യം നിങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷകൾ വന്നുകൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോലും അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. അല്ലേ? നമസ്കാരപ്പായയിൽ സുജൂദിലായിക്കൊണ്ട് എത്ര സമയം കിടന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടും റബ്ബെനിക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് ആദിയുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഈ സാമൂഹികമായ ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ എവിടെയാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ സാന്ദർഭികമായ കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. പിന്നെയും ഖുർആൻ പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ, ആര് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും ശരി, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു ഹയാത്തൻ തയ്യിബ നൽകും.
ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് വിശിഷ്ടമായ ജീവിതം നൽകും. അവിടെ ഒരു വിധത്തിലുള്ള ജെൻഡറിന്റെ വ്യത്യാസവും അല്ലാഹു കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും നിങ്ങൾക്കതുണ്ട്. പോരാ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗീയമായ ആരാമങ്ങളിൽ നിങ്ങൾക്കും അല്ലാഹു പെണ്ണിനും പെണ്ണിന്റെ കൂലി കൊടുക്കും, ആണിനും ആണിന്റെ കൂലി കൊടുക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എത്ര മനോഹരമായിട്ടാണ് ആ വിശിഷ്ട ജീവിതത്തെ കുറിച്ച് വർണ്ണിക്കുന്നതെന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇഖ്ലാസോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹുവിനോട് നിങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ, അല്ലാഹു നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾക്ക് ആനന്ദം നൽകും, നിങ്ങൾക്ക് വിശിഷ്ടമായ സംതൃപ്തികരമായ ജീവിതം നൽകും. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടും സ്വർഗീയമായ ജീവിതത്തിന്റെ ആനന്ദം അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഹയാത്തൻ ത്വയ്യിബ ഉണ്ടോ? നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടും അല്ലാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള മനോഹരമായ അനുഭവങ്ങൾ എന്റെ കണ്ണുകളിലുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര മുസ്ലിമീങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, മുആദേ, എങ്ങനെയാണ് നീ നേരം വെളുപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂലെ, മുസ്ലിമായിക്കൊണ്ട് ഈമാനോടുകൂടിയാണ് ഞാൻ നേരം വെളുപ്പിച്ചത്. എന്താണ് താങ്കളുടെ ഈമാനിന്റെ താല്പര്യം? ഓരോരുത്തരുടെ ഈമാനും ഓരോരുത്തർക്ക് നൽകുന്ന പ്രചോദനമുണ്ട്. താങ്കളുടെ ഈമാൻ താങ്കൾക്ക് നൽകിയതെന്ത്? അല്ലാഹുവേ, ഞാൻ എന്റെ വലത് കണ്ണുകൊണ്ട് സ്വർഗത്തെ കാണും, അതേ സമയം കൊണ്ട് നാഥാ നരകത്തിന്റെ ശിക്ഷകളും ഞാൻ കാണും. ഒരു കാൽപാദം വെച്ച് അടുത്ത കാൽപാദം വെക്കാൻ ഈ ദുനിയാവിൽ ഈ മുആദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ബോധത്തോടെ ഞാൻ നടക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹയാത്തുൻ ത്വയ്യിബയുടെ കാര്യത്തിൽ ഇവിടെയൊന്നും അല്ലാഹു യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും അല്ലാഹു പെണ്ണിന് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പിന്നെയും ആവർത്തിച്ചു പറയുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. നിങ്ങളിൽ ആണും പെണ്ണും അവരുടെ ദൗത്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് തക്കതായ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മീസാൻ ഒന്ന് വേറെയല്ല കൂട്ടരെ. നിങ്ങളുടെ മീസാൻ അത് നിങ്ങൾക്ക് അർഹമായ പ്രതിഫലങ്ങളെ കൃത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ നമുക്ക് നൽകുക. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ നമ്മുടെ കുട്ടികളോട് ക്യാമ്പസുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെണ്ണിന്റെ സ്വത്തവകാശത്തെക്കുറിച്ചും പെണ്ണിന്റെ അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചും പെണ്ണിന്റെ മുകളിലുള്ള കൈകാര്യകർത്തൃത്വ കൗവാം എന്ന രീതിയിൽ പുരുഷൻ എന്ന് പറയുന്ന അമിതാധികാരത്തെ കുറിച്ചുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളോട് ക്യാമ്പസുകളിൽ നിന്ന് ഈ ലിബറലിസത്തിന്റെ വേതാളന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചരിത്രവും വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക, മോളെ, ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പെണ്ണിന് അവകാശങ്ങളില്ലാത്ത, പെണ്ണിന് സ്വത്തില്ലാത്ത, പെണ്ണ് മനുഷ്യജീവിയാണോ എന്ന് പോലും പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം. 1950 വരെ ബൈബിൾ അനുസരിച്ചുകൊണ്ടുള്ള നിയമശാസ്ത്രം അനുസരിച്ചുകൊണ്ട് പെണ്ണിന് സ്വത്തുണ്ടായിരുന്നില്ല, സ്വത്തിൽ അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പെൺകുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞാൽ മുഖം കറുത്തുപോകുന്ന അവസ്ഥയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ يَتَوَارَىٰ مِنَ الْقَوْمِ مِنْ سُوءِ مَا بُشِّرَ بِهِ أَيُمْسِكُهُ عَلَىٰ هُونٍ أَمْ يَدُسُّهُ فِي التُّرَابِ أَلَا سَاءَ مَا يَحْكُمُونَ. വിശുദ്ധ ഖുർആൻ ആ അവസര സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പെണ്ണ് ജനിച്ചു എന്ന് കേട്ട, ഒരു കുഞ്ഞു ജനിച്ചു എന്ന് പറയുന്ന സന്തോഷ വാർത്ത കേൾക്കുമ്പോഴേക്ക് മുഖം കറുത്തുപോകുന്നു. എന്നിട്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവൻ അപ്രത്യക്ഷിതനാകുന്നു. കാരണം എന്താണ്? ഈ പെണ്ണിനെ ഞാൻ പോറ്റണോ അതല്ല ഞാൻ കൊന്നുകളയണോ? അയുംസിക്കുഹു അലാ ഹൂനിം അം യുദുസ്സുഹു ഫിത്തുറാബ്.
അലാ സാഅ മാ യഹ്കുമൂൻ, എത്ര മോശം ഹീനമാണ് ഈ കൂട്ടരുടെ വിധി. വിശുദ്ധ ഖുർആൻ അതിനെ അതിശക്തമായി അപലപിച്ചു. സ്ത്രീ എന്ന് പറയുന്ന, പെണ്ണെന്ന് പറയുന്ന അസ്തിത്വത്തിന്റെ മാന്യത എന്താണെന്ന് പഠിപ്പിച്ചു. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബഹുഭാര്യത്വത്തെ കുറിച്ചുള്ള ചർച്ചകൾ പോലും നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിനെതിരെയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം പെണ്ണിന് നൽകിയ ഓരോ ഘട്ടങ്ങളിലുള്ള വളർച്ചകൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക. കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിനെ ജീവിക്കാൻ അവകാശം നൽകി. ഖുർആൻ പെണ്ണിന് സ്വത്തിലുള്ള അവകാശങ്ങളെ നിർണയിച്ചു നൽകി. പെണ്ണിന്റെ സാമൂഹികമായ ദൗത്യങ്ങളെ ഖുർആൻ അവതരിപ്പിച്ചു. പോരാ, വിശുദ്ധ ഖുർആൻ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പെണ്ണെന്തായിരുന്നറിയുമോ? ഒരുപക്ഷെ ഈ കാലഘട്ടത്തിനേക്കാൾ മ്ലേച്ഛമായ, സദാചാര വിരുദ്ധമായ കേളികളുടെ ഒരു കാലഘട്ടമായിരുന്നു. 10, 12, 15 ആളുകൾ ചേർന്ന് ഒരു പെണ്ണിനെ വീഴ്ച നടത്തുകയും അങ്ങനെ അതിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ, ഗർഭധാരണം നടത്തിയാൽ ആ പെണ്ണ് പറയുന്ന ആളാണ് ആ കുട്ടിയുടെ പിതാവ് എന്ന് വെച്ചിരുന്ന ഒരു കാലഘട്ടം. എന്നിട്ടോ ആ പെണ്ണിന് യഥാർത്ഥത്തിൽ സംരക്ഷണം നൽകാനുള്ള ഒരു പുരുഷനില്ലാത്ത വിധം, പെണ്ണെന്ന് പറയുന്നത് വീഴ്ചയ്ക്ക് മാത്രമുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പെണ്ണ് സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ, സാമൂഹിക നവജാഗരണത്തിന്റെ മുന്നിൽ നടന്ന ഒരു പെണ്ണായി കാണിച്ചു തന്ന ഇസ്ലാം, അല്ലേ? മദീനയിലേക്ക് ഹിജറയൊരുക്കാൻ ആ ഹിജറയുടെ ചരിത്രപരമായ ദൗത്യത്തിൽ പങ്കുവഹിച്ച അസ്മാ റളിയല്ലാഹു അൻഹ ചരിത്രത്തിലെ പെണ്ണുങ്ങളുടെ ഉത്തമമായ മാതൃകയാണ്. സ്വന്തം ഭർത്താവിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ മദീനയിലെ ഈത്തപ്പനത്തോട്ടങ്ങളിൽ നിന്ന് നാരുകൾ ശേഖരിച്ചു മുടഞ്ഞുണ്ടാക്കി കയറ് കൊണ്ടുപോയി വിറ്റ അസ്മായിനെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അബൂബക്കറെ, എന്റെ ഹൃദയം നുറുങ്ങിപ്പോയി അസ്മായിനെ പൊരിവെയിലത്ത് ഈത്തപ്പനത്തോട്ടങ്ങളിൽ ഞാൻ കണ്ടപ്പോൾ എന്ന്. ആരാണ് കുട്ടരെ സ്വത്ത് സമ്പാദിക്കാൻ പെണ്ണിന് അവകാശം നൽകിയത്? എന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇദ്ദയിലാണ്, ഞാൻ അധ്വാനിച്ചല്ലാതെ വകയില്ല എന്ന് പറയുമ്പോൾ പെണ്ണെ നീ പോയി കുടുംബത്തെ പോറ്റുക എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ്, അല്ലേ? എന്തേ ഇത് പറയാൻ നമ്മുടെ നാവുകൾ വഴങ്ങാത്തത്? എന്തേ ലിബറലിസ്റ്റുകളോടും ഈ തമ്മാടികളോടും ഈ അരാജകത്വവാദികളോടും നമ്മുടെ വീടുകൾക്കകത്ത് നിന്നുകൊണ്ട് ഇത് പറയാൻ? ഫാത്തിമയെ പോലെയുള്ള, അസ്മായിനെ പോലെയുള്ള, ഹൻസായിനെ പോലെയുള്ള, നഷീഫയെ പോലെയുള്ള പെണ്ണുങ്ങൾ എന്റെ ഈ സമുദായത്തിന്റെ കുടുംബത്തിനകത്തില്ലാതായി പോയി. ഞാൻ പറയാം, വിശുദ്ധ ഖുർആനിനെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മളൊരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ സംഭവിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന്റെ മാതൃകയായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കുക. മറിയം ബീവിയുടെയും ഉമ്മി മൂസയുടെയും അതുപോലെ തന്നെ ആസിയ ബീവിയുടെയും എല്ലാം ചരിത്രം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ ഈ റിസാലത്തിന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിൽ പങ്കുവഹിച്ച 3 മഹിളാരത്നങ്ങളെ കുറിച്ചാണ് പഠിപ്പിച്ചു തരുന്നത്, അല്ലേ? ആ 3 മഹിളാരത്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ, ഈ ദൗത്യത്തിന്റെ മാർഗത്തിൽ, ഷഹാദത്തുല്ലത്തിന്റെ മാർഗത്തിൽ അവരെടുത്ത തീരുമാനങ്ങളും നിലപാടുകളും, അതാണ് നമ്മുടെ പെൺമക്കളോട് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ നമ്മുടെ മക്കളോട് പറയേണ്ടത്. ഫിർഔന്റെ ഭാര്യ ആസിയ ബീവി വിശ്വാസദാർഢ്യത്തിന്റെ, കരുത്തിന്റെ, ഈമാനിന്റെ, റജാഇന്റെ പ്രതീക്ഷയാണ്. നാഥാ, ഈ അനുഭവിക്കുന്ന വേദനകൾക്കപ്പുറം സ്വർഗത്തിൽ എനിക്കൊരു ഭവനം നൽകണം നാഥാ എന്ന് പറഞ്ഞ് ഷഹാദത്തുല്ലത്തിന്റെ മാർഗത്തിൽ ആർജവത്തോടുകൂടി എണീറ്റ് നിന്ന പെണ്ണ്, അല്ലേ? ഇത് നമുക്ക് സമൂഹത്തിൽ
നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളർത്തിയെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ശാക്തീകരണം പൂർത്തീകരിക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അറിയുന്ന പെണ്ണ്, വിജ്ഞാനം നേടിയ പെണ്ണ്, ആ വിജ്ഞാനവും ഖുർആനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജാഹിലിയത്തിന്റെ ഘനാന്ധകാരത്തെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പെണ്ണായി തീരണം. വിവാഹം എന്നുള്ളതിനെ കുറിച്ച് സമൂഹത്തിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണിന്റെ അടിമയായി ജീവിക്കാൻ കല്യാണം കഴിക്കണോ, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ ചിത്രം നമുക്ക് പറഞ്ഞു തന്നത്. ദുനിയാവിലും ആഖിറത്തിലേക്കുമുള്ള ആ യാത്രയിൽ ഒന്നാമതായി ഖുർആൻ പഠിപ്പിച്ച മനോഹരമായ കാഴ്ച, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും. പറയണം മക്കളോട്, മോളെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് സംഘമായി പോകുമ്പോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ച നിന്റെ പ്രിയപ്പെട്ടവനും നീയും ഉപ്പയും ഉമ്മയും മക്കളുമൊക്കെ ആയിട്ട് പോകുമ്പോ ആ കുടുംബത്തെയാണ് മലായികത്തുകൾ സ്വാഗതം ചെയ്യുന്നത്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബത്താർ. എന്തേ ആ കുടുംബത്തിലേക്ക് നമുക്കും പോണ്ട മോനെ, ആ കുടുംബത്തിലേക്ക് നമ്മൾക്കും പോണ്ട മോളെ എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മക്കളോട് പറയണം. മോളെ ഫാത്തിമ, ഈ ഉപ്പാനെ കൊണ്ട് നാളെ സ്വർഗത്തിൽ നീ രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട മോളെ. ഉപ്പാക്ക് ദുനിയാവിൽ നിന്നുള്ളത് നീ ചോദിച്ചോ, ഉപ്പ തരാം. പക്ഷെ മോളെ, അൻതജീ നഫ്സിക മിനന്നാർ, മോളെ നിന്നെ നീ തന്നെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം പൊന്നോമിന മോളോട് പറയുകയാണ്. മരണത്തിന്റെ മുമ്പ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂലുള്ള അടുത്ത് വിളിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് ചെവിയിൽ ഒരു വർത്തമാനം പറഞ്ഞു. ആ വർത്തമാനം കേട്ടതും ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. എന്തായിരുന്നു ആ വർത്തമാനം എന്നറിയുമോ? മോളെ, ഈ ഉപ്പ ഇനി അധികമില്ല, ഈ ഉപ്പ പോവുകയാണ് മോളെ. രണ്ടാമത് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാനൊന്നുകൂടി പറയാം. അങ്ങനെ റസൂലുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ചെവിയിൽ മറ്റൊരു കാര്യം കൂടി സ്വകാര്യമായി പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്തായിരുന്നു ആ രണ്ടാമത്തെ വർത്തമാനം എന്നറിയുമോ? എന്റെ മരണശേഷം നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ ലോകത്തോട് വിട പറയുക നീ ആയിരിക്കും മോളെ. ഉപ്പയോടൊപ്പം പോകാൻ മനസ്സ് വെമ്പിയ മോളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത്. റസൂലുള്ളാഹിന്റെ മരണത്തെക്കുറിച്ച് നീറി പുകഞ്ഞുകൊണ്ടാണ് ആ മരണമുണ്ടായത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്താൻ കാരണം. പ്രിയമുള്ളവരെ, ആ കുടുംബജീവിതത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഒന്നാമതുണ്ടാകേണ്ടതെങ്കിൽ ദുനിയാവിൽ അല്ല തന്ന സക്കീനത്തുണ്ടല്ലോ, ആ സക്കീനത്തിന്റെ കാരണമായിട്ട് അല്ലാഹു നിർബന്ധമായി നിശ്ചയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതമാണ്. അതുകൊണ്ടാണ് ഖുർആൻ വളരെ മനോഹരമായി പ്രപഞ്ചത്തിന്റെ വിവിധ ദൃഷ്ടാന്തങ്ങളെയെല്ലാം കുറിച്ച് വിവരിക്കുന്ന സന്ദർഭത്തിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹമ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹമ. മനോഹരമായി ഖുർആൻ ആ ഒരു ജീവിതത്തിന്റെ ഇഴയെടുപ്പുകൾക്ക് വേണ്ടി റഹ്മത്തിന്റെയും മവദ്ദത്തിന്റെയും പശിമകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അല്ലാഹുവിന്റെ സക്കീനത്ത് നിങ്ങൾക്ക് നുകരാൻ വേണ്ടി എന്നുള്ളതാണ്. ആ കുടുംബജീവിതത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുക. ഈ മധുരം എവിടെ നിന്ന് കിട്ടും? അല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞതും സക്കൻ എന്നാണെങ്കിൽ അല്ലാഹു ഈ കുടുംബജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന മാധുര്യത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞത് സക്കീനത്ത് എന്നുള്ളതാണ്. എത്രമാത്രം പരസ്പര ബന്ധിതമാണ് യഥാർത്ഥത്തിൽ ഇതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു കരാറുണ്ട്. ആ കരാറിന്റെ സ്ഥാനത്ത് ഭാഷാപരമായി, അറബി ഭാഷാപരമായി സ്ത്രീലിംഗത്തോടുകൂടി അഥവാ പെണ്ണിനാണ് കരാറ് കൊടുക്കുന്നത്. നിനക്കാണ് കരാറ് വരുന്നത്.
പുരുഷൻ നിനക്കൊരു കരാർ തരികയാണ്, ബലിഷ്ഠമായ കരാർ, അള്ളാഹുവിനെ സാക്ഷിയാക്കി പെണ്ണിന് കൊടുക്കുകയാണ്. എന്താണ് ആ കരാർ? ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ പോറ്റും, ഞാൻ നിന്നെ സന്മാർഗത്തിലൂടെ കൊണ്ടുപോകും. ആ മീസാഖൻ ഖലീല, ആ ബലിഷ്ഠമായ കരാർ പെണ്ണ് പുരുഷനിൽ നിന്ന് വാങ്ങുകയാണ്. ആ വാങ്ങിയതിന്റെ ഫലഭാഗമായി പുരുഷൻ സംരക്ഷണം നൽകാനും തന്നെ പോറ്റാനുമുള്ള അധികാരമാണ് ഖവ്വാം. ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, വീടുകൾക്കകത്ത് ലിബറലിസ്റ്റുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, ഫെമിനിസ്റ്റുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ ആ വിവാഹ ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, പെണ്ണുങ്ങളോട് മര്യാദയോടെ പെരുമാറണം കേട്ടോ. നിങ്ങളുടെ ഈ വിവാഹമുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ മുകളിൽ അധികാരമല്ല, നിങ്ങൾ പരസ്പരം പാർട്ട്നേഴ്സാണ്, നിങ്ങൾ പരസ്പരം പങ്കാളികൾ മാത്രമാണ്. അതല്ലാതെ ഒരു അധികാരവും നിങ്ങളുടെ പെണ്ണിന്റെ മുകളിൽ നിങ്ങൾക്കില്ല. ഇത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. പോരെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ചിന്താഗതികൾക്കെതിരെ ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തെ മാറ്റിയെടുക്കാൻ യഥാർത്ഥത്തിൽ കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ വർണ്ണിക്കുന്ന പെണ്ണെന്ന് പറയുന്നത് അഭിമാനമുള്ള പെണ്ണാണ്, സ്വാതന്ത്ര്യമുള്ള പെണ്ണാണ്, അസ്തിത്വമുള്ള പെണ്ണാണ്, അവകാശമുള്ള പെണ്ണാണ്. പോരാട്ടത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നിലപാടുകളുള്ള പെണ്ണാണ്. ആ പെണ്ണിനെയാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആ ഉമ്മമാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയ സംഭാവനകൾ ചരിത്രത്തിൽ തുല്യത നിൽക്കാത്ത സംഭാവനകളായിരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള പെണ്ണുങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിനെ ഡിസൈൻ ചെയ്യുന്നതിൽ, ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായി ചിത്രീകരിക്കുന്നതിൽ അവർ നടത്തിയ ആ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഒരു കാലഘട്ടത്തിലും മായ്ക്കാൻ കഴിയാത്ത മനോഹരമായ ചിത്രമായിരുന്നു. ഈ സമൂഹത്തിന്റെ പൂർണ്ണത ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഒരു പെണ്ണ് ജീവിക്കുമ്പോൾ മാത്രമാണ്. ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ നീതിയെക്കുറിച്ചാണ് നിങ്ങൾ 2 കെട്ടുമ്പോഴും 3 കെട്ടുമ്പോഴും 4 കെട്ടുമ്പോഴും അവിടെ നിങ്ങൾ നിർബന്ധമായും നീതിയെ ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതുള്ളൂ. അഥവാ യതീമായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ വീണ്ടും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നീതിയുടെ കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ കണ്ടീഷനോടുകൂടിയാണ് ബഹുഭാര്യത്വം പോലും യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിച്ചത്. എന്തിനാണ്? പെണ്ണിന്റെ സംരക്ഷണത്തിന്, യതീമിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അസ്സാഇ അലൽ അർമലത വൽ മിസ്കീൻ കസ്സാഇ ഫീ സബീലില്ലാഹ്. അതെ, വിധവകളുടെയും അഗതികളുടെയും കാര്യത്തിൽ സമരം ചെയ്യുന്നവൻ അവൻ ദൈവമാർഗത്തിലെ പോരാളിയാണ്. ചില റിവായത്തുകളിൽ അത് കസ്സായിമു വൽ ഖായിം എന്നുകൂടി കാണാൻ സാധിക്കും. അഥവാ നോമ്പെടുത്തവനും നിന്ന് നമസ്കരിക്കുന്നവനും തുല്യമാണ് എന്നുകൂടി പറയുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഠിപ്പിച്ചതിന്റെ ആശയങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്താണ് പെണ്ണിന് വിധവകൾക്ക് വേണ്ടിയുള്ള സഹായം? വിധവകൾക്ക് വേണ്ടിയുള്ള സഹായം അവൾക്ക് മഹല്ലുകൾ തോറും റേഷൻ കൊടുക്കുന്നു എന്നതാണോ? നമ്മുടെ സമുദായം തെറ്റിദ്ധരിച്ചത് വിധവകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് മാസത്തിൽ ഒരു പൊതി റേഷൻ കൊടുത്താൽ തീരുന്നതാണ് ഈ സമുദായത്തിന് പെണ്ണുങ്ങളോടുള്ള ബാധ്യത എന്നാണെങ്കിൽ, മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് അങ്ങനെയല്ല. പെണ്ണിന് ആണിന്റെ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ, നീതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ആണുങ്ങൾ അവരെ തീർച്ചയായും വിവാഹം കഴിച്ചുകൊണ്ട് സമൂഹത്തിലെ വിധവകളെ സംരക്ഷിക്കണം, അവരുടെ കണ്ണീരൊപ്പണം. നിങ്ങളുടെ ഒരു പൊതിച്ചാക്ക് റേഷനരി കൊണ്ട് തീർക്കാവുന്നതല്ല പെണ്ണിന്റെ പട്ടിണിയല്ല, അവളുടെ ആമാശയത്തിന്റെ പട്ടിണിയല്ല, അവളുടെ കൽബിന്റെ പട്ടിണിയെ തീർക്കണമെങ്കിൽ അതിനു വേണ്ടത് ആത്മീയത്താണ്, അല്ലാതെ നിങ്ങളുടെ സമ്പത്തല്ല. അതുകൊണ്ട് ഇസ്ലാം നൽകുന്ന മനോഹരമായ ആ ചിത്രത്തിലേക്ക്
ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിരന്തരമായ കർമ്മങ്ങളിലേക്കുള്ള പ്രചോദനമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ ഈ വാർഷികം അതിന്റെ ഒരു തദിക്റത്താണ്. നാം പഠിച്ചതും ഓതിയതുമായ ആയത്തുകൾ പുതിയ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ, ഒരു പുതിയ നാടിനെ, ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ഉജ്ജ്വലമായ പ്രചോദനമായി ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നാം അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തേണ്ട കാര്യം. ഖുർആൻ മാഞ്ഞുപോയിട്ടില്ല. ഖുർആനിന്റെ ഹറഫുകൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ഖുർആൻ വായിക്കാനുള്ള നമ്മുടെ കണ്ണുകൾ അള്ളാഹു കെടുത്തിക്കളഞ്ഞിട്ടില്ല. ഇനിയും അവശേഷിക്കുന്ന മണിക്കൂറുകളെ, ദിവസങ്ങളെ നമ്മൾ വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് അഹ്ലുൽ ഖുർആനിന്റെ ആളുകളായി ഖുർആൻ എന്ന് പറയുന്ന കൂട്ടുകാരനെയും കൊണ്ട് നാളെ മഹ്ശറയിലേക്ക് പോകാൻ നാം തയ്യാറാവുക. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും ഉദവി നൽകുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥൻ നാളെ ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, നിന്റെ വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ പാകത വരുത്തണം നാഥ. നിന്റെ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ അതിനുള്ള ശറഫ് നൽകണം തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങൾക്ക് നിന്റെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, ഖുർആനിന്റെ ആളുകളായി തീരാൻ, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ അസ്സൂറത്തു മിനൽ ഖുർആൻ, ഖുർആനിനെ അതിശക്തമായ രീതിയിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. നാളെ മഹ്ശറയിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സഹായിയായി വിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ കൂടെയുണ്ടാകുന്ന അനുഗ്രഹീതമായ താജുൽ വഖാറിന് അർഹതപ്പെടുന്ന അനുഗ്രഹീതമായ നിന്നിൽ നിന്നുള്ള സമ്മാനങ്ങൾ നേടിയെടുക്കാൻ കാരണമായി തീരുന്ന അഹ്ലുൽ ഖുർആനിന്റെ ആളുകളായി ഞങ്ങളെ നീ മാറ്റണം തമ്പുരാനെ. റഹ്മാനെ, നാളെ വിശുദ്ധ ഖുർആനിനോട് അന്യായം ചെയ്തു എന്ന് റസൂൽ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം നാഥ. റഹ്മാനെ, ഈ ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ ഖൽബിന് സമാധാനം നൽകണം നാഥ. ഞങ്ങളുടെ ഖൽബിന് വെളിച്ചം നൽകണം നാഥ. ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശം നൽകണം നാഥ. ഞങ്ങളുടെ മനസ്സിന് വസന്തം നൽകണം നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ രോഗികളുണ്ട് നാഥ. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഞങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥതകൾക്ക് ഈ ഖുർആനിനെ കൊണ്ട് ശമനം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണം നാഥ. ഞങ്ങളുടെ ശരീരങ്ങളുടെ വേദനകൾക്ക് നീ ശിഫ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും നീ മഖ്റജ് നൽകണം തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും കുടുംബത്തിലും മക്കളിലും നീ ആഫിയത്ത് പ്രദാനം ചെയ്യണം തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഖുർആനിന്റെ കുടുംബജീവിതം, ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള കുടുംബജീവിതം അത് നൽകിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം നാഥ. റഹ്മാനെ, നിന്നിലേക്ക് യാത്ര തിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ദിക്റുമായി നിന്നിലേക്ക് തിരിക്കാൻ സൗഭാഗ്യം കൊടുത്ത നിന്റെ സാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം നാഥ. ഹുസ്നുൽ ഖാത്തിമയുടെ ലക്ഷണങ്ങളോടുകൂടി നിന്നിലേക്ക് തിരിച്ചു പോകാൻ നീ ഉദവി നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം നാഥ. റബ്ബേ, ഞങ്ങൾ കൊതിക്കുന്ന മരണം നിന്റെ മാർഗത്തിലുള്ള മരണമാണ്. നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിനക്ക് വേണ്ടി വിയർപ്പൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാഥ, ആ സന്ദർഭത്തിൽ നിന്നിലേക്ക് യാത്ര തിരിക്കാൻ നീ അവസരം കൊടുത്തവരെ ഞങ്ങൾ ഉൾപ്പെടുത്തണം നാഥ. റഹ്മാനായ നാഥ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല മരണം നൽകി നീ ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീനാ മിനന്നാർ, അല്ലാഹുമ്മ അഹ്യിനാ അലൽ ഖുർആനി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ.